ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇനി നോക്കാനുള്ളത് ടാപ്പ് റഞ്ചുകളെ കുറിച്ചാണ്. എന്താണ് ഈ ടാപ്പ് റഞ്ച്? പൈപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? പൈപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? പൈപ്പിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഉപകരണം അല്ലെ? പൈപ്പ് അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റിംഗ്സ് അല്ലെ? റഞ്ച് എന്ന് പറഞ്ഞാൽ റഞ്ച് WRENC റഞ്ച് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ പൈപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ പൈപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്ലിയർ? അപ്പൊ ടാപ്പ് റഞ്ച് എന്തിനു വേണ്ട? വളരെ കൃത്യത്തിൽ ചിത്രത്തിൽ വളരെ കൃത്യമാണ്. എന്തിനു വേണ്ട ടാപ്പ് റഞ്ച്? റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറക്കണം അല്ലെ? ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്, ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസ് വളരെ കൃത്യമായിട്ട് ബെഞ്ച് വൈസിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടാപ്പ് നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ഒരു പ്രഷർ കൊടുത്ത്, നമ്മൾ ഇവിടുന്ന് ഒരു പ്രഷർ കൊടുത്ത്, ഡൗൺവാർഡ് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ വരെ ഇറക്കിയിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഹോളിനകത്ത് ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് കട്ടായിട്ടുണ്ടാവും? ത്രെഡ് കട്ടായിട്ടുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ, കൃത്യമായിട്ട് ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നമുക്ക് കൃത്യമായിട്ടൊരു ഹോളിൽ ഒരു ത്രെഡ് കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? ടാപ്പ് റഞ്ച് എന്ന് പറയുന്ന ടൂള്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ടാപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും പഠിക്കാറുണ്ട്. ടാപ്പ് റഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ടാപ്പ് റഞ്ചിന്റെ കേസിൽ ടാപ്പ് റഞ്ച് 3 ടൈപ്പ് ആണല്ലോ. ടാപ്പ് 3 ടൈപ്പ് ഉള്ള പോലെ തന്നെ ടാപ്പ് റഞ്ചും നമുക്ക് പഠിക്കാൻ എത്രയാളുടെ 3 ടൈപ്പ് ടാപ്പ് റഞ്ച് ആണ്. ഒന്ന് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ റഞ്ച്, മൂന്നാമത്തെ ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്, രണ്ടാമത്തെ ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്, മൂന്നാമത്തത് സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച്. ഒന്ന് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച്, രണ്ടാമത്തത് ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച്, മൂന്നാമത്തത് സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച്. അപ്പൊ ടാപ്പ് റഞ്ചിന്റെ ഉപയോഗം വളരെ കൃത്യമാണ്. ടാപ്പിനെ ഹോൾഡ് ചെയ്തിട്ട് കൃത്യമായി അലൈൻ ചെയ്ത് ഹോളിനകത്ത് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ ആ ടാപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് റഞ്ച് ഉപയോഗിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി, ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കുറച്ചു പേരെങ്കിലും ചിലപ്പോൾ കോളേജിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. സാധാരണ നമ്മളെ 4th സെമ്മിലൊക്കെ ഡിപ്ലോമയ്ക്ക് ബിടെക്കിനൊക്കെ ഫിറ്റിംഗ് ഷോപ്പിലൊക്കെ ചിലപ്പോൾ ടാപ്പ് ത്രെഡ് കട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ റഞ്ചില് ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഹാൻഡില് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഭാഗത്തിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള ഗുണം എന്താ? സിമ്പിൾ യുക്തി ഞാനതവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഈ ഒരു ഹാൻഡിലിനെ ഇങ്ങനെ 360 ഡിഗ്രി ഇങ്ങനെ തിരിക്കുകയല്ല, ഈ ഒരു ഹാൻഡിലിനെ മാത്രമായിട്ട് ഇങ്ങനെ ലൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വാച്ചിന്റെ ഒക്കെ നീഡിൽ നമ്മൾ തിരിക്കില്ലേ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ബാക്കിലേക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഗുണം എന്താ? ഈ ഒരു ഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങി വരും. നമ്മുടെ വൈസിന്റെ പോലെ മൂവബിൾ ജോ പോലെ ബാക്കിലേക്ക് നീങ്ങി വരും. അപ്പോൾ ഉള്ള ഗുണം എന്താ? ഒന്ന് വായിച്ചു നോക്കി എന്താ ഗുണം? വ്യത്യസ്ത സൈസുള്ള ടാപ്പുകളെ ഇതിൽ പിടിപ്പിച്ചൂടെ? ഡയമീറ്റർ കുറഞ്ഞ ടാപ്പും പിടിപ്പിക്കാം, ഡയമീറ്റർ കൂടിയ ടാപ്പും പിടിപ്പിക്കാം. കാരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ജോ ഓപ്പണിങ് അല്ലെങ്കിൽ ആ മൂവബിൾ ഫിക്സഡ് ജോയിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വ്യത്യസ്ത സൈസുള്ള ടാപ്പുകൾ ഇതിൽ പിടിച്ചൂടെ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ല എന്ന് പറയണം, ആണെങ്കിൽ ആണെന്ന് പറയണം. എന്ന് പറയാൻ എനിക്കറിയാം. ഓക്കെ, പിടിക്കാൻ പറ്റും അല്ലെ? വ്യത്യസ്ത സൈസുള്ള ടാപ്പുകളെ നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആൾസോ കാൾഡ് ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് എന്നും വിളിക്കാറുണ്ട്. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ചിന് പറയുന്ന മറ്റൊരു പേരാണ് ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച്. ദിസ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടാപ്പ് റഞ്ച്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്ന ടാപ്പ് റഞ്ച് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്. കാര്യം അതിൽ വ്യത്യസ്ത സൈസുള്ള ടാപ്പുകൾ എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്യാം. These tap wrenches are more suitable for large diameter tap and can be used in open places where there is no obstruction to turn tap on. അതായത് നമുക്ക് ഈ ടാപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ടാപ്പിനെ തിരിക്കുന്ന സമയത്ത് എവിടെയും റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ തടസ്സമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ചിന്റെ പ്രത്യേകത? നിങ്ങൾ തന്നെ ഒന്ന് പറയടാ. വളരെ കൃത്യമാണ്. അവിടെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീന്റെ എൻഡിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു ചക്ക് പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഈ ചക്ക് ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ജോ ഓപ്പണിങ് ചുരുങ്ങുകയും ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പരിമിതിയുണ്ട്, വീഡിയോ അല്ല. ഡ്രില്ലിംഗ് മെഷീന്റെ കറ്റത്ത് ഉണ്ടാവില്ലടാ, എന്തായാലും പറയാൻ റെസ്പോൺസ് പ്ലീസ്. ഡ്രില്ലിംഗ് മെഷീൻസിന്റെ കറ്റത്ത് ഉണ്ടാവില്ലേ ഒരു ചക്ക് എന്ന് പറയുന്ന സംവിധാനം? അതിങ്ങനെ തിരിക്കുമ്പോൾ 3 ജോ ഉണ്ടാവും. ആ 3 ജോയും അടുത്തടുത്ത് വരികയും
അതേപോലെ തന്നെ 3 ജോയും അകന്നു പോവുകയും ചെയ്യും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ ആ ചക്ക് പോലുള്ള സംവിധാനം ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഗുണം എന്താ? ടീ ഹാൻഡിൽ ടൈപ്പ് ടാപ്പ് റഞ്ച് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ടീ ഹാൻഡിൽ നട്ടും ബോൾട്ട് കഴിക്കുക. അതിന്റെ ഗുണം എന്താ? ഇതിങ്ങനെ ഈ ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? നീക്കാൻ പറ്റും. എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് നമുക്ക് ഈ ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ടും നീക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാൻ പറ്റും. നട്ടും ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് ഈ ഹാൻഡിൽ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചു മാറ്റാം. ലിവറേജിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ടാപ്പ് റഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച് ആണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പരിമിതി ഉണ്ട്. നമ്മുടെ ടാപ്പിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പരിമിതി ഉണ്ട്. ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് നമുക്ക് ഈ ടാപ്പ് അല്ലെങ്കിൽ ത്രെഡ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ എന്താ പറയുക, ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് അഥവാ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പരിമിതി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഹാൻഡിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ കൈ കൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. എന്ത് ഹാൻഡിൽ കൊണ്ട്? ടീ ഹാൻഡിൽ ടാപ്പ് റഞ്ച് കൊണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ആ രണ്ടാമത്തെ പോയിന്റ് ആണ് അതിന്റെ ക്വസ്റ്റ്യൻ. This tap wrench is useful to work in restricted place and is turned with one hand only. ഒറ്റ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഉള്ള നിയന്ത്രണങ്ങളുള്ള അല്ലെങ്കിൽ എന്താ പറയുക പരിമിതിയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതെന്താ സംഭവം നിങ്ങൾ പറയണം. ഇതെന്താ സംഭവം നിങ്ങൾ പറയണം. വായിച്ചു നോക്കി. ഇത് എന്താ? സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താ? അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പർട്ടിക്കുലർ സൈസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, പർട്ടിക്കുലർ സൈസ് എന്ത് ടാപ്പിനാണോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സൈസ് ഓഫ് ടാപ്പ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ വ്യത്യസ്ത സൈസ് ടാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചിന് പറ്റുകയില്ല. ഇത് നമ്മുടെ ടീ ഹാൻഡിലാണെങ്കിൽ പോലും അവിടെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് സാധ്യമായിരുന്നു. ഡബിൾ എൻഡഡിൽ വളരെ വലിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് സാധ്യമാണ്. ഒട്ടും അഡ്ജസ്റ്റ്മെന്റ് സാധ്യമല്ലാത്ത ടാപ്പ് റഞ്ചുകളാണ് സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചുകൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ടാപ്പ് 3, ടാപ്പ് റഞ്ച് 3. തുടരാം. റെഡി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്നാണ് ഒരു പ്രതീക്ഷ. നമുക്ക് ഓൾറെഡി ഒരു ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് പീസിൽ എന്ത് വേണം? ഒരു ഹോള് വേണ്ടേ? വർക്ക് പീസിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് പീസിനകത്ത് എന്ത് വേണം? ഒരു ഹോള് വേണം. വേണ്ടേ? വേണം അല്ലെ? അപ്പൊ അതിന് നമുക്ക് ആ ഹോളിൽ നമ്മൾ ഏത് ത്രെഡാ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയണം. നമ്മൾ ആദ്യമേ വെറുതെ ഒരു ഹോൾ അടിച്ചിട്ട് അതിനുള്ള ത്രെഡ് അടിച്ചിട്ട് കാര്യമില്ല. ആദ്യമേ നമുക്ക് എത്ര മേജർ ഡയമീറ്റർ, ത്രെഡുകളെ കേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാനിപ്പോ ഒരു ത്രെഡ് വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും ഒരു ത്രെഡിന്റെ മുകൾ ഭാഗം ഉണ്ടാവുക. ഒരു ത്രെഡിന്റെ മുകൾ ഭാഗം ഉണ്ടാവുക. ഇങ്ങനെ താഴ്ഭാഗവും ഉണ്ടാവും. ഈ ത്രെഡില് ഈ മുകളിലുള്ള ഈ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയാ? മേജർ ഡയമീറ്റർ. അപ്പൊ എത്ര ഡയമീറ്ററുള്ള ത്രെഡാണ് അതിനകത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹോൾ അടിക്കാൻ അല്ലെങ്കിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ടാപ്പ് ഡ്രിൽ സൈസ് എനിക്കൊരു മേജർ ഡയമീറ്റർ 10 mm ആണ് വേണ്ടത്. മേജർ ഡയമീറ്റർ 10 mm. അതായത് ഈ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു 10 mm മേജർ ഡയമീറ്റർ ഉള്ള ഒരു ബോൾട്ട് ആണ് ഇതിനകത്തേക്ക് ടൈറ്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ 10 mm മേജർ ഡയമീറ്റർ ഉള്ള ത്രെഡ് ആണ് എനിക്ക് ഇതിനകത്ത് വേണ്ടത്. 10 mm മേജർ ഡയമീറ്റർ ഉള്ള ത്രെഡ് ആണ് എനിക്ക് ഇതിനകത്ത് വേണ്ടത്. അത് മാത്രമല്ല അവിടെ വേറൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. എന്താ? പിച്ച് എന്ന് പറയുന്നത്. എന്താ ഈ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിച്ച് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ക്രെസ്റ്റ് ഓർ റൂട്ട്. യെസ്, അഡ്ജസന്റ് ക്രെസ്റ്റ് ഓർ റൂട്ട് അല്ലെ? അടുത്തടുത്ത 2 പോയിന്റുകൾ, ഒരു ത്രെഡിൽ അടുത്തടുത്ത 2 പോയിന്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയാ? പിച്ച് എന്ന് പറയാ. അപ്പൊ മേജർ ഡയമീറ്റർ മൈനസ് പിച്ച് എന്നാ പറയാ. അതായത് നമുക്കൊരു 10 മേജർ ഡയമീറ്റർ 10 മില്ലിമീറ്റർ മേജർ ഡയമീറ്ററും 1.5 mm പിച്ചുമുള്ള ത്രെഡാണ് ഇതിനകത്ത് ഈ ഹോളിനകത്ത് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ 8.5 mm നമ്മൾ എന്ത് ചെയ്യുക? 8.5 mm നമ്മൾ എന്ത് ചെയ്യുക? ഡ്രിൽ ചെയ്യുക. എന്നിട്ട് ആ ഡ്രിൽ ചെയ്ത ഹോളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 mm മേജർ ഡയമീറ്ററും 1.5 mm പിച്ചുമുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഹോൾ വേണം. ആ ഹോൾ എത്ര ഡയമീറ്ററിലാണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ടാപ്പ് ഡ്രിൽ സൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ഡ്രിൽ സൈസ് ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് പിച്ച്. മേജർ ഡയ മൈനസ് പിച്ച്. മേജർ ഡയ മൈനസ് പിച്ച് എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ 10 മില്ലിമീറ്ററും 1.5 ആണ് പിച്ച് എന്നുണ്ടെങ്കിൽ 8.5 ഡയമീറ്ററിന്റെ ഹോൾ ചെയ്യും. എന്നിട്ട് അകത്താണ് നമ്മൾ കൃത്യമായിട്ട്
ത്രെഡ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ടാൻഡ്രൽ സൈസുകളിൽ മേജർ ആയ മൈനസ് പിച്ച് എന്നാ പറയാം. ഡൈ എന്താ? ഡൈ എന്തിനു വേണ്ട? ടാപ്പിന് നേരെ ഓപ്പോസിറ്റ്. ടാപ്പ് എന്തിനു വേണ്ടായിരുന്നു വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ്. ഡൈ എന്താ? എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ട അല്ലെ? ഇതേപോലെ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് പുറമെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിന് പറയുന്ന പേരാണ് ഡൈ. ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ടാപ്പ് ഉപയോഗിക്കുമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? ഡൈ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൈയും ഇതേപോലെ ടൈപ്പ് ഉണ്ട്. ടാപ്പ് 3 ടൈപ്പ്, ടാപ്പ് റഞ്ച് 3 ടൈപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഡൈയും എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഡൈ ഉണ്ട്. എന്താണെന്ന് നോക്കാം. സിമ്പിൾ കാര്യമാണ്. ടാപ്പ് 3 ടൈപ്പ്, ടാപ്പ് റഞ്ച് 3 ടൈപ്പ്. അതേപോലെ തന്നെ എന്താ നമ്മളുടെ ഡൈയും എന്താണ് 3 ടൈപ്പ് ഉണ്ട്. സർക്കുലർ ഡൈ അഥവാ ബട്ടൺ ഡൈ എന്നറിയപ്പെടുന്ന ഒരു ഡൈ ഉണ്ട്, ഹാഫ് ഡൈ ഉണ്ട്, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, 1-2 പോയിന്റ് അത്രേ ഉള്ളൂ. എന്താ സർക്കുലർ ഡൈ അഥവാ ബട്ടൺ ഡൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഡൈ ആണ് സർക്കുലർ ഡൈ അഥവാ ബട്ടൺ ഡൈ എന്നറിയപ്പെടുന്ന ഡൈ. നമ്മളിപ്പോ ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് താഴെ വരെ എടുത്തു കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ പൈപ്പിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ട്യൂബിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വസ്തുവിന്റെ മുകളിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിങ്ങനെ ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്താ പറയാ സൈസിൽ ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് താഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കുന്ന സമയത്ത് ആ ഷാഫ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇറഗുലാരിറ്റിയോ കാര്യങ്ങളോ ഉള്ളത് മൂലം ഒരു ചെറിയ സൈസിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ആ ഷാഫ്റ്റിലൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ വേരിയേഷൻസ് നമ്മുടെ ഷാഫ്റ്റിന്റെ മുകളിലൊക്കെയുള്ള ചെറിയ വേരിയേഷൻസ് ഒക്കെ പെർമിറ്റ് ചെയ്യാൻ പാകത്തിനൊരു ചെറിയ സ്ലോട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഒരു സ്ലോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കാര്യം ഇതിങ്ങനെ താഴത്തേക്ക് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൈസിലെ വേരിയേഷനോ കാര്യങ്ങളോ ഒക്കെ വന്ന് ത്രെഡ് കട്ട് ചെയ്യുന്നത് കേടുവരിക, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഡൈ കേടുവരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള വേരിയേഷൻ ഒന്നും നമ്മളെ ത്രെഡ് കട്ടിങ്ങിനെ ബാധിക്കുകയില്ല. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ഡേ നോക്കിയേ, ഹാഫ് ഡേ. ഹാഫ് ഡേന്റെ പ്രത്യേകത എന്താ? ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ 2 കഷ്ണമായിട്ടാണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണം, ഇവിടെ ഇങ്ങനെയും ഒരു കഷ്ണം. ഈ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കഷ്ണവും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും അടുത്ത 2 കഷ്ണം വെക്കും. എന്നിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യും. അതായത് 2 കഷ്ണമായിട്ടാണ് ഈ ഡൈ ഉണ്ടാവുക. അതാണ് ഇതിന്റെ പേര്, ഹാഫ് ഡേ. Half days are stronger in construction. These days are available in matching pairs and should be used together. Matching pairs ആയിട്ട്, matching pairs അതായത് 2 കഷ്ണമായിട്ട് അവൈലബിൾ ആവുന്ന ഡൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഡേ ആണ്. 2 കഷ്ണമായിട്ട് അവൈലബിൾ ആവുന്ന ഡൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഡേ ആണ്. ഇതെന്ത് ഡൈയാ? ഇതും 2 കഷ്ണം പോലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താ? This day is similar to half day. അതായത് 2 കഷ്ണം പോലൊക്കെ തന്നെയാണ് ഉള്ളത്. This type day provide greater adjustment than a split day. അതായത് കുറച്ചും കൂടി നമുക്ക് ഡെപ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ത്രെഡ് കട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ ഡെപ്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ അളവുകളിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഡൈ ആണ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ജസ്റ്റ് ആ പേര് പഠിച്ചൊക്കെ ഇന്നും നേരെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് ഡൈ ആണെന്ന് പഠിച്ചു വെക്കുക. സർക്കുലർ ഡൈ അല്ലെങ്കിൽ ബട്ടൺ ഡൈ ഇത്രയും പഠിക്കുക. ചെറിയ വേരിയേഷൻസ് സൈസിൽ ഉണ്ടെങ്കിലും അത് കാര്യമാക്കാതെ ത്രെഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ചെറിയ വേരിയേഷൻസ് സൈസിൽ ഉണ്ടെങ്കിലും അത് കാര്യമാക്കാതെ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഡൈ ഏതാണ്? നമ്മുടെ സർക്കുലർ ഡൈ അല്ലെങ്കിൽ ബട്ടൺ ഡൈ ആണ് എന്നും, നമ്മുടെ ഹാഫ് ഡേ എന്ന് പറയുന്നത് 2 കഷ്ണമായിട്ട് മാച്ചിങ് പെയേഴ്സ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഡൈ ആണ് ഹാഫ് ഡേ. ഇതും മാച്ചിങ് പെയേഴ്സ് 2 കഷ്ണമൊക്കെ ആയിട്ട് തന്നെയാണ് അവൈലബിൾ ആവുക. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് കൂടുതലാണ്. അതായത് മാച്ചിങ് പെയേഴ്സ് ആയിട്ടൊക്കെ തന്നെയാണ് അവൈലബിൾ ആവുക. പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ്, നമ്മളെ ത്രെഡ് കട്ട് ചെയ്യുന്ന ഡെപ്തോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിന്റെ ഡയമീറ്ററോ അല്ലാതെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡൈ ആണ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ക്ലിയർ ആണോ? ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്നും ഞാൻ ചോദിച്ചില്ല. ജസ്റ്റ് ആ പോയിന്റ് മാത്രം പഠിച്ചു പിടിക്കുക. ക്ലിയർ? ഓക്കെ ആണോ? പറയൂ. ഓക്കെ, തുടരുന്നു. എന്താ ഉപയോഗം നിങ്ങൾ പറയണം. ഇതിന്റെ ഉപയോഗം നിങ്ങൾ പറയണം. ഡാമേജ് ത്രെഡ് യെസ്, ഡാമേജ്ഡ് ത്രെഡ് നമുക്ക് റിപ്പയർ ചെയ്യണം. ഞാൻ അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരെ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ടാ. ഇവിടെയൊക്കെ ത്രെഡ് ഉണ്ട്, ഇവിടെയൊക്കെ ത്രെഡ് ഉണ്ട്. എന്തോ കാരണം കൊണ്ട് ഇവിടെയുള്ള കുറച്ച് ത്രെഡ് അങ്ങ് ഡാമേജ് ആയി. ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ത്രെഡ് അങ്ങോട്ട് ഡാമേജ് ആയി.
പിന്നെ ഈ നട്ട് ഊരിയെടുക്കാൻ പറ്റുമോ? ഊരിയെടുക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവും അല്ലെ? ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓൾറെഡി ആ ഡാമേജ് ആയിട്ടുള്ള ത്രെഡ് എന്ത് ചെയ്യണം? ഒന്ന് റീകണ്ടീഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് ഒരു പുതിയ രൂപത്തിലാക്കി എടുക്കണം. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരു ഡൈ നട്ട് എടുക്കും. ഒരു ഡൈ നട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഡൈ നട്ട് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡൈ നട്ട്. ഈ ഡൈ നട്ട് ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അങ്ങോട്ട് ഊരിയെടുക്കും. അപ്പോഴുള്ള ഗുണം എന്താ? ഡാമേജ് ആയിട്ടുള്ള ത്രെഡ് അവിടെ രണ്ടാമത് കട്ട് ചെയ്ത് ഉണ്ടാക്കപ്പെടും. അപ്പൊ അത്തരത്തിൽ രണ്ടാമത് ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എളുപ്പത്തിൽ വീണ്ടും ആ നട്ട് ഊരിയെടുക്കാൻ സാധിക്കും. ഡാമേജ് ആയിട്ടുള്ള ത്രെഡുകളെ റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാമേജ് ആയിട്ടുള്ള ത്രെഡുകളെ റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡൈ നട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? റെഡി? പറയൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടൂള് മൈക്രോമീറ്ററും അതേപോലെ വെർനിയർ കാലിപ്പറും. പിന്നെ ബോർ ഡയൽ ഗേജ്, ഡെൽറ്റ സിലിണ്ടർ, അങ്ങനെ കുറച്ച് ടൂളുകൾ ഉണ്ട്. അതിനൊന്നും അതിനെ കുറെ കാര്യങ്ങളൊന്നും പറയാനുള്ളത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇവിടെ മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പറും അതേപോലെ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചു പോകാം. അതിനാണ് മൈക്രോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം. എന്താ? പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാ പറയുന്നത്. എന്താ ഈ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? മൈന്യൂട്ട്, വളരെ ചെറിയ അളവുകൾ, വളരെ ചെറിയ രീതിയിലുള്ള അളവുകൾ, അതായത് വളരെ എന്താ പറയാ എറർ കുറവായിട്ടുള്ള വളരെ കൃത്യതയാർന്ന അളവുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൈക്രോമീറ്ററും അതേപോലെ വെർനിയർ കാലിപ്പറും. ഇതൊരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയുന്നത്. എന്താ ഈ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റും ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള വ്യത്യാസം? ഡയറക്റ്റ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റും ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡയറക്റ്റ് മെഷർമെന്റ് ഡയറക്റ്റ് റീഡിങ് കിട്ടുകയും ഇൻഡയറക്റ്റില് അത് നമ്മൾ മെഷർ ചെയ്തിട്ട് ഒരു സ്റ്റീൽ റൂളിൽ കൊണ്ടുപോയി നോക്കേണ്ടി വരും. യെസ്, പെർഫെക്റ്റ്. അതായത് ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മെഷർമെന്റ് എടുക്കാം, പക്ഷെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഷറിംഗ് ടൂളിന്റെ ഉപയോഗം വേണ്ടി വരും. ഉദാഹരണമായിട്ട് ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും ഒക്കെ നമുക്ക് പറയാം. ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും ഒക്കെ നമുക്ക് പറയാം. അതായത് നമ്മൾ അളവ് എടുക്കും, പക്ഷെ അളവ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കാണാന്നല്ലാതെ റീഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇതിലൊക്കെ കൃത്യമായിട്ട് സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വെച്ച് അളക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. മൈക്രോമീറ്ററിന്റെ സാധാരണ രീതിയിലുള്ള ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ആക്യുറസി എന്ന് പറയുന്നത് 0.01 mm ആണ് എന്നാണ് പറയുന്നത്. മൈക്രോമീറ്ററിന്റെ റീഡിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 0.01 mm ആണ് എന്നാണ് പറയുന്നത്. എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. മൈക്രോമീറ്റർ വർക്ക് ചെയ്യുന്ന ഒരു നട്ട് ആൻഡ് സ്ക്രൂ ആൻഡ് നട്ട് അല്ലെങ്കിൽ ഒരു നട്ട് ആൻഡ് ബോൾട്ട് പ്രിൻസിപ്പിൾ ആണ്. എന്താണ് അതിന്റെ വർക്കിംഗ് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. ഒന്നുമില്ല, വളരെ കൃത്യമാണ്. ഇവിടത്തെ ഭാഗങ്ങൾ ആദ്യം നോക്കണം. ഒരു ഫ്രെയിം ഉണ്ടാവും. ഈ ഫ്രെയിമിന്റെ അറ്റത്തായിട്ട് ഒരു ആൻവില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടാവും. ആൻവില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും. ഇവിടെ തിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ തിമ്പിൾ എന്ന് പറയുന്ന ഭാഗത്തോട്ട് ഉള്ളിലേക്കാണ്. തിമ്പിൾ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് എന്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവുക? സ്പിൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ തിമ്പിൾ തിരിക്കുന്നതിനനുസരിച്ച്, തിമ്പിള് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പിൻഡിലും എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ആവുന്നു. റെഡി? സ്പിൻഡില് റൊട്ടേറ്റ് ചെയ്യുന്നു. തിമ്പിൾ റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ച്, തിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ച് സ്പിൻഡിലും റൊട്ടേറ്റ് ആവുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാവും? ഇതിനകത്ത് ഒരു നട്ടും ഉണ്ടാവും. ഒരു നട്ട് ഉണ്ടാവും. അപ്പൊ ഈ തിമ്പിൾ ഒരു ബോൾട്ട് ആയിട്ടും ഇതിനകത്ത് ഒരു നട്ടും ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരികയല്ലേ ചെയ്യാം, അല്ലെ? ബെഞ്ചേഴ്സിന് അതേപോലെ. ഓക്കെ, അപ്പോ നമ്മള് തിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പിൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വരും. ഒരു നട്ട് ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നട്ട് ഉണ്ടാവും. ആ നട്ടിലൂടെ കയറിയിട്ട് സ്പിൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വരും. അപ്പൊ ഈ ആൻവിലിന്റെയും സ്പിൻഡിലിന്റെയും ഇടയിൽ വെച്ചിട്ടാണ് വർക്ക് പീസിനെ നമ്മൾ അമർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? സ്പിൻഡിന്റെയും ആൻവിലിന്റെയും ഇടയിൽ വെച്ചിട്ടാണ് വർക്ക് പീസിനെ നമ്മൾ അമർത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞൂടെ? അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ഒരു ടൈൽ ഉപയോഗിച്ചതല്ലേ? ഹലോ? ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ വസ്തു അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞ ഒരു വസ്തുവാണ് ഈ ആൻവിലിന്റെയും സ്പിൻഡിലിന്റെയും ഇടയിൽ വെച്ച് അമർത്തുന്നത് എന്ന് കരുതാം. നമ്മൾ ഈ തിമ്പിൾ പിടിച്ച് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തിമ്പിൾ പിടിച്ച് ഇങ്ങനെ തിരിച്ചാൽ ഈ സ്പിൻഡിൽ ഇങ്ങനെ നീങ്ങി 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 വന്ന് ഈ സാധനം പൊട്ടിപ്പോവും. അമർത്തി 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 ലാസ്റ്റ് ആ ഗ്ലാസോ അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് പോലുള്ള സാധനം പൊട്ടിപ്പോവും. അപ്പൊ അവിടെയാണ് ഈ റാച്ചറ്റ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ റാച്ചറ്റ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്? റാച്ചറ്റ് സ്റ്റോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ലോക്ക് ചെയ്യാനായിട്ട്. ലോക്ക് ചെയ്യാൻ വേണ്ടി. ലോക്ക് ചെയ്യാന്നുള്ളതിനേക്കാൾ വേറെ എന്തെങ്കിലും ഒരു ഫീൽ ഓർ ടച്ച് പ്രഷർ കൊടുക്കാൻ. യെസ്, പ്രഷർ കൺട്രോൾ ചെയ്യാൻ അല്ലെ. പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ആ മെഷറിംഗ് ഫേസസിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ അമർത്തുന്ന പ്രഷർ കൺട്രോൾ ചെയ്യാൻ. അതായത് ആ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ സ്പിൻഡിൽ ഇങ്ങോട്ട് വന്ന് ടച്ച് ആയി നിൽക്കുന്ന പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെയും തിരിച്ചു കഴിഞ്ഞാൽ ആ സ്പിൻഡിൽ ഇങ്ങനെ കയറി കയറി പോയി ആ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അത് പൊട്ടിപ്പോവും. എന്നാൽ അതൊരു എന്താ പറയാ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാറുണ്ട്? റാച്ചറ്റ് സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൽ ഓരോ ഭാഗങ്ങളെ കുറിച്ചും പഠിക്കണം. എന്ന് വായിച്ചു നോക്കിയേ. ആദ്യത്തെ പോയിന്റ് ഫ്രെയിമിനെ കുറിച്ചാണെന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഒന്നുമില്ല. റെഡി. മാലിയബിൾ കാസ്റ്റൻ അല്ലെങ്കിൽ ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ട് ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? നമ്മളുടെ ഫ്രെയിം നിർമ്മിക്കുന്നത്. മൈക്രോമീറ്ററിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നത്? ഫ്രെയിമിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ക്ലിയർ? ഒന്നുമില്ല. ക്ലിയർ ആണെന്ന് പറയൂ പ്ലീസ്. പറഞ്ഞ ബാരൽ അല്ലെങ്കിൽ സ്ലീവ്. ബാരൽ പറയുന്ന മറ്റൊരു പേരാണ് സ്ലീവ്. ബാരൽ അല്ലെങ്കിൽ സ്ലീവ്. ഈ സാധനത്തിനായിട്ടോ പറയുന്നത്. ഇതാണ് ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്ന സാധനം. ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഈ തിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും സ്ലീവ് അല്ലെങ്കിൽ ബാരൽ റൊട്ടേറ്റ് ആവുന്നുണ്ടല്ല. സ്പിൻഡിൽ മാത്രമേ റൊട്ടേറ്റ് ആവുന്നുണ്ടാവുള്ളൂ. സ്പിൻഡിൽ മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ സ്ലീവും ഫിക്സ്ഡ് ആണ്. സ്ലീവും നമ്മുടെ ഈ ഫ്രെയിമിന്റെ മുകളിൽ ഫിക്സ്ഡ് ആണ്. സ്ലീവ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതിന്റെ മുകളിൽ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിന്റെ മുകളിൽ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ സ്ലീവിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്കെയിലിനെയാണ് നമ്മള് മെയിൻ സ്കെയിൽ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഡാറ്റം ലൈൻ എന്നും പറയാം. ഡാറ്റം ലൈൻ, ഇവിടെ ലൈൻ ഉണ്ടാവും. ഈ ലൈനിന് ഡാറ്റം ലൈൻ എന്ന് പറയും. അതേപോലെ മെയിൻ സ്കെയിലും ഡാറ്റം ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഈ ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്ന ഭാഗത്താവും. മെയിൻ സ്കെയിലും ഡാറ്റം ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഈ ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. ക്ലിയർ? എവിടെയാണ് ഡാറ്റം ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൈക്രോമീറ്ററിൽ എവിടെയാണ് ഡാറ്റം ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ സ്ലീവ് അല്ലെങ്കിൽ ബാരൽ. ഓക്കെ, പറഞ്ഞ സിമ്പിൾ വായിച്ചു നോക്കാം. ബെവൽഡ് സർഫസ് എന്ന് പറഞ്ഞാൽ, ബെവൽഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സർഫസ് എന്നാണ് പറയുന്നത്. ബെവൽഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സർഫസ് എന്നാണ് പറയുന്നത്. ഇതേപോലെ ചെരിഞ്ഞ സർഫസ് ആണ് ബെവൽഡ് സർഫസ് എന്നുള്ള ഉദ്ദേശിച്ചത്. ബെവൽഡ് സർഫസ് ആണ്. ഇതിലും ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിളിലാണ്. സ്ലീവ് അല്ലെങ്കിൽ ബാരൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രെയിമിലാണെങ്കിൽ, സിമ്പിൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിളിന്റെ മുകളിലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ സിമ്പിൾ കറക്കുമ്പോൾ സ്പിൻഡിലും കറങ്ങും. ഇത് നമ്മൾ സ്കെയിലുകൾ തമ്മിലുള്ള വേരിയേഷൻസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. MSR മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് സിമ്പിൾ സ്കെയിൽ റീഡിങ് TSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. എനിക്കൊന്നും പോകണ്ട, അതൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. MSR ഇൻറ്റു മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ടാവും. മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാണെന്ന് ഇവിടുത്തെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ ഇതായി കാണുന്ന സ്കെയിൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വൈക്കും വേണ്ടിയാണേ. അതൊന്ന് സൂക്ഷിച്ചു നോക്കിയടാ. 5 അല്ലേ അവിടെ കാണുന്നത്. സൂം ചെയ്തേ, നിങ്ങൾ നന്നായിട്ട് സൂം ചെയ്തേ. നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റും. ഇവിടെ 5ന്റെ ലൈൻ നിങ്ങൾക്ക് കാണാനില്ലേ? 5ന്റെ ലൈൻ കാണാനില്ലേ? 0 കഴിഞ്ഞിട്ട് അര, 1 അങ്ങനെ എണ്ണി പോയാൽ 0 കഴിഞ്ഞിട്ട് അര, 1, 1.5, 2, 2.5 അങ്ങനെ എണ്ണിപ്പോയി കഴിഞ്ഞാൽ 5ന്റെ ലൈൻ അവിടെ കാണുന്നില്ലേ? സൂം ചെയ്തൊക്കെ അവിടെ ഉണ്ടോ അല്ലേ? 5ന്റെ ലൈൻ കാണുന്നുണ്ട്. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയായിട്ട് എടുക്കും? 5 ആയിട്ട് എടുക്കും. 5. ഈ ഡാറ്റം ലൈന് നേരെ പോയി ടച്ച് ചെയ്യുന്നത് 32-ലല്ലേ? സിമ്പിൾ സ്കെയിലില് 32 അല്ലേ? 32-ലല്ലേ? ഈ ലൈന്, ഈ ഡാറ്റം ലൈൻ നേരെ പോയി ടച്ച് ആവുന്നത് 30-ന്റെയും 35-ന്റെയും ഇടയിൽ. 30 മുകളിലേക്ക് എന്നാ 31, 32-ലല്ലേ ടച്ച് ആയി കിടക്കുന്നേ? അപ്പോ മെയിൻ സ്കെയിൽ റീഡിംഗ് 5,
തിമ്പിൾ സ്കെയിൽ റീഡിങ് 32. ലീസ്റ്റ് കൗണ്ട് എത്രയായിരുന്നു? 101. അപ്പൊ ഇത് ഉത്തരം വരുമ്പോൾ 5.32 വരും. 5.32 വരും. മെയിൻ സ്കെയിൽ റീഡിങ് ഇതാണ് MSR. മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് സിമ്പിൾ സ്കെയിൽ റീഡിങ് ഇൻറ്റു LC. സിമ്പിൾ സ്കെയിൽ റീഡിങ് ഇൻറ്റു LC എന്ന് പറയുന്നതാണ് നമ്മളെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ മൈക്രോമീറ്ററിന്റെ റീഡിങ് എടുക്കുന്ന ഇക്വേഷൻ ആയിട്ട് പറഞ്ഞത്. എല്ലാവർക്കും അറിയുന്ന പ്രതീക്ഷിക്കുന്നു. വായിച്ചു നോക്കിയേ. സ്പിൻഡിലിന്റെ ഒരു എൻഡ് എന്താ? സ്പിൻഡിലിന്റെ ഒരു എൻഡിൽ ഒരു മെഷറിംഗ് സർഫസ് അല്ലേ ഉണ്ടാവുക, അല്ലെങ്കിൽ മെഷറിംഗ് ഫേസ് അല്ലേ ഉണ്ടാവുക? ഈ സ്പിൻഡിലിന്റെ ഒരു എൻഡിൽ ഒരു മെഷറിംഗ് ഫേസ് ആണ് ഉണ്ടാവുക. മറ്റൊരു എൻഡ് ഇങ്ങനെ നട്ടിന്റെ ഉള്ളിലേക്ക് കൊടുത്ത നമ്മളുടെ എന്തിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും? നമ്മുടെ തിമ്പിളിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. റെഡി? റെഡി? ആദ്യത്തെ പോയിന്റ് റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് വായിച്ചേ. അതെന്താ നിങ്ങൾ പറയാം, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. The pitch of spindle thread is 5 mm, 0.5 mm. സ്പിൻഡിലിന് ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, അവിടെ ത്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു ത്രെഡ് പോലുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ത്രെഡ് പോലുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ടാണ് ഈ തിമ്പിൾ തിരിച്ചു കഴിഞ്ഞാൽ സ്പിൻഡിൽ ഇങ്ങനെ കയറി മുന്നിലേക്ക് വരുന്നത്. അതിനകത്ത് ത്രെഡ് പോലുള്ള സംവിധാനം ഉണ്ടാവും. ആ ത്രെഡിന്റെ പിച്ച് 0.5 mm ആയിരിക്കും. ത്രെഡിന്റെ പിച്ച് എത്രയായിരിക്കും? 0.5 mm ആയിരിക്കും. അതായത് ഒരു തിമ്പിൾ ഒരു 360 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ഒരു 360 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ സ്പിൻഡിൽ എത്രത്തോളം മുന്നിലേക്ക് നീങ്ങി വരും? 0.5 mm. 0.5 mm മുന്നിലേക്ക് നീങ്ങി വരും. വായിച്ചു നോക്കി. പോയിന്റ് ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞ എല്ലാവരും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷനില് സ്പിൻഡിൽ എത്രത്തോളം മുന്നിലേക്ക് നീങ്ങി വരും? ഒരു ത്രെഡ് ആണ് ഉള്ളിലേക്ക് കയറുക. ബാക്കിയുള്ളവരോടാണ് ചോദിക്കുന്നത്. എന്താണ് ആൻവിൽ എന്ന് പറഞ്ഞാൽ? ആൻവിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻവിലും ഒരു മെഷറിംഗ് ഫേസ് ആണല്ലേ. ഒരു മെഷറിംഗ് ഫേസ് നമ്മുടെ സ്പിൻഡിലിന്റെ എൻഡിലാണെങ്കിൽ മറ്റൊരു മെഷറിംഗ് ഫേസ് നമ്മുടെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൻവിൽ എന്ന് പറയുന്ന ഭാഗമായിരിക്കും. ആൻവിൽ എന്ന് പറയുന്ന ഭാഗമായിരിക്കും ഒരു മെഷറിംഗ് ഫേസ്. അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അലോയ് സ്റ്റീൽ കൊണ്ടാണ് ആൻവിൽ നിർമ്മിച്ചിരിക്കുന്നത്.